ഏക സത്യദൈവമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഒരുവൻ ഭൂമിയിൽ വെച്ച് തള്ളിക്കളഞ്ഞാൽ അത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കേണ്ടതിന് യഥാർത്ഥമായിട്ട് ദൈവത്തിന്റെ ആവശ്യമില്ല. നോക്കുവിന് ദൈവമില്ലെന്ന് പറയുന്നവർ ഈ ഭൂമിയിൽ എത്ര സന്തോഷത്തോടും സമ്പൽ സമൃദ്ധിയോടും കൂടെ ജീവിക്കുന്നുണ്ട്. അല്ല, യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്നവരും ഇവിടെ ജീവിക്കുന്നുണ്ട്. സാത്താനെ സേവിക്കുന്നവരും, അതായത് സാത്താൻ സേവകർ എന്ന് പറഞ്ഞ മറ്റൊരു വിഭാഗം കൊണ്ട് ഇവരെല്ലാം എന്താണ് ഇവിടെ നല്ല ഭംഗിയായിട്ട് ജീവിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട യേശു ക്രിസ്തു എന്ന വ്യക്തി, ആ സത്യദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും ഇപ്പോഴും സ്നേഹിക്കുന്നതിന് ഒരു വലിയ അർത്ഥമുണ്ട്. ഞാൻ നിങ്ങളോട് ശാന്തമായിട്ട് പറയാം. ആകയാല് മരിച്ചതിന് ശേഷമാണ് നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന ന്യായവിധിയെ നോർത്തുകൊള്ളുവിന്. അപ്പോൾ യേശു ക്രിസ്തു എന്തിനാണ് വീണ്ടും പറയുന്നത്, കുഞ്ഞെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് വീണ്ടും പറയുന്നതിന്റെ അർത്ഥം, പ്രിയപ്പെട്ട നമ്മൾ എല്ലാവരും ഒരു ദിവസം മരിക്കുമല്ലോ. ശരി, മരിക്കും. മരിച്ചതിന് ശേഷം നമുക്കൊരു ന്യായവിധി ദിവസം, അതായത് മരിച്ചവരെല്ലാവരും കല്ലറകളെ വിട്ട് എഴുന്നേറ്റ് ദഹിപ്പിച്ച ചാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മളെ രക്ഷിപ്പാനും തള്ളിക്കളയുവാനും ഒരു നാമം മാത്രമേ ഉള്ളൂ. അവന്റെ നാമമാണ് യേശു ക്രിസ്തു എന്നുള്ള നാമം.